ഹലോ ഓൾ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് കൃഷി വിശേഷങ്ങൾ കാണാം. വീട്ടിലെ ഒരു അടുക്കളത്തോട്ടമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ വഴുതനയും മുളകും ഇടകലർത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുല്ല് പിടിക്കാതിരിക്കുന്നതിനായിട്ട് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിലുള്ള ഇറിഗേഷനാണ്, നമ്മൾ നനച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഇറിഗേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ മുളകിൻ്റെ കൃഷിയാണ് ഇവിടെ ഉള്ളത്. മുളകിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിൻ്റെ ഇലകൾ വലിയ കുഴപ്പമില്ലെങ്കിലും ചില ഇലകളിൽ മുരടിപ്പ് വന്നിട്ടുണ്ട്. ചില വഴുതനകളൊക്കെ നമുക്ക് കായായി തുടങ്ങിയിട്ടുണ്ട്. കോവൽ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോവൽ ചെറിയ ലെങ്ത് കുറഞ്ഞ് വലിപ്പത്തിലുള്ള കോവലാണുള്ളത്. നമ്മൾ നാടൻ വെറൈറ്റിയാണ് ഇത്. നാടൻ കമ്പ് നാട്ടി നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ നമ്മൾ പഴയ കോവൽ പറിച്ച് കളയുമ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ ചെറിയ കുറ്റികളുണ്ട്, അത് നാട്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് അതുപോലെ നമ്മൾ നാട്ടി ചെയ്തൊരു കോവലാണ് ഈ കാണുന്നത്. അതിൻ്റെ പഴയൊരു കുറ്റിയാണിത്. പിന്നെ നമ്മളുടെ പീച്ചിലിൻ്റെ കൃഷിയാണുള്ളത്. പീച്ചിലായി വരുന്നതേ ഉള്ളൂ. ഒരു പീച്ചിൽ വലുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ കീട ആക്രമണങ്ങളൊന്നും ഇല്ലാത്തൊരു വിളയാണ് പീച്ചിൽ. ഇതിനകത്ത് നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ളൊരു പീച്ചിൽ കിട്ടണമെങ്കിൽ 3-4 ചോട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ സാധിക്കും. തക്കാളിയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തക്കാളിയിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഇതിനകത്ത് ഒരു പുഴുവാണ് ഈ ആക്രമിക്കുന്നത്. ഈ ഒരു പുഴുവിൻ്റെ ആക്രമണം കൊണ്ട് നമുക്ക് എത്ര കായാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക. നമുക്കതാണ് നമുക്കുണ്ടാകുന്നൊരു വിഷമകരമായിട്ടുള്ള സംഭവം. ഇത് നമ്മളുടെ തക്കാളി കൃഷിയാണ് കാണുന്നത്. വ്ളാത്താങ്കര ഇനത്തിൽപ്പെട്ട ചീരയായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റേജ് ഇപ്പം ഏകദേശം കഴിയാറായിട്ടുള്ളൊരു സ്റ്റേജാണുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഓരോ ദിവസവും കറിക്ക് ആവശ്യമായിട്ടുള്ള ചീര ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ചെറുപയർ കൃഷിയാണ്. ചെറുപയറിനകത്ത് നമ്മൾ ചെറുപയർ ഉണ്ടായിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. നമുക്കൊരു വീടിന് ആവശ്യമായിട്ടുള്ളൊരു ചെറുപയർ ഉണ്ടാകാനായിട്ട് ഒരു 3-4 വരമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെ പരിചരിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിന് മാത്രം വളമോ കീടനാശിനികളോ ഒന്നും ആവശ്യമില്ലാത്തൊരു വിളയാണ് ഇപ്പോൾ ചെറുപയർ. നമുക്ക് ഇച്ചിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത്. നല്ല വിലയും നല്ല വിലയുമുള്ള ഒരു ധാന്യമാണ്, ഒരു പയർവർഗ്ഗത്തിലുള്ളൊരു ചെടിയാണ്. പിന്നെയുള്ളത് വെണ്ട കൃഷിയാണ്. വെണ്ട ഏകദേശം ഒരു 100 ചോടോളം ഉണ്ട്. വെണ്ടയുടെ ഇടയ്ക്ക് നമ്മൾ ചീര കൃഷി ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കാര്യമായിട്ടുള്ള വിളവ് വെണ്ടയിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയിട്ടില്ല. ചീര കുറച്ച് പറിച്ച് മാറ്റാനുള്ള കുറച്ച് ചീരയുണ്ട്. പിന്നെയുള്ളത് പയറാണ്. പയറും ഇപ്പം വിളവെടുത്ത് തുടങ്ങാറായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ കാര്യമായിട്ട് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ന്യായമായ രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നുണ്ട്. പയറിനിടയ്ക്ക് നമ്മളൊരു തണ്ണിമത്തൻ നട്ടിരുന്നു. തണ്ണിമത്തൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ 2-3 കായ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് കാ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കായകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ നിറത്തിലുള്ള പയറാണിത്. ഇനിയുള്ളത് നമുക്ക് വെള്ളരി കൃഷിയാണ്. ഇപ്രാവശ്യത്തെ വിഷുവിന് കടയിൽ കുറച്ചെങ്കിലും കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നട്ടേക്കുന്നത്. വെള്ളരിയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളരി കാണാൻ ഇച്ചിരി പാടാണ്. അവന്മാരുടെ ഇടയിലൊക്കെ ഓരോ വെള്ളരിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്.
നമ്മൾ അതിനിടയ്ക്ക് ഷമാം നട്ടിരുന്നു. ഷമാം നമ്മൾ ആദ്യമായിട്ടാണ് നടുന്നത്. ഇതിങ്ങനെ ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നല്ലൊരു വലിയൊരു ഷമാം ഉണ്ടായിട്ടുണ്ട്. രസകരമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് മണ്ണിലേക്ക് വളർന്നിരിക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം. നല്ലൊരു വലിപ്പമുണ്ട്. അതിന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ കടയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് കഴിച്ചിട്ട് പോലെയില്ല. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇപ്രാവശ്യം ഈ ഷമാം വരുന്നതെന്ന് നോക്കാം. പിന്നീട് നമ്മൾ നട്ടത് സാലഡ് കുക്കുംബറാണ്. സാലഡ് കുക്കുംബർ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവിടെ ഒരു സാലഡ് കുക്കുംബറുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ദുഃഖകരമായൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ സാലഡ് കുക്കുംബർ നട്ടിട്ട് എലി വന്ന് നശിപ്പിച്ചൊരു സാലഡ് കുക്കുംബറാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് വളരെ നമുക്കൊരു ദുഃഖകരമായിട്ടുള്ള സാധനമാണ്. അതിപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് ഇതിലുള്ള ബാക്കി സാലഡ് കുക്കുംബറെല്ലാം പറിച്ച് മാറ്റാമെന്നുള്ളതാണ്. ഒരെണ്ണമല്ല നശിപ്പിച്ചിരിക്കുന്നത്, കുറേ എണ്ണം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ മത്ത കണ്ടില്ലേ, മത്ത ഇതാണ് മത്തൻ്റെ പൂവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും രസകരമായൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് പെൺപൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ പെൺപൂ എന്ന് പറയുന്ന വെറൈറ്റിയുടെ മേളിലുള്ള നമ്മുടെ പരാഗണ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അവിടെ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് മത്തൻ ഉണ്ടായിട്ടുണ്ടാകും. ഇനി എനിക്കിതിൻ്റെ ആൺപൂവ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് മത്തൻ്റെ ആൺപൂവ്. മത്തൻ്റെ ആൺപൂവിൽ താഴെ മത്തൻ്റെ വേറെ അവശേഷിപ്പുകളൊന്നും കാണത്തില്ല. പെൺപൂവിൻ്റെ താഴെയുള്ള മത്തനാണ് വളർന്ന് ഈ ഒരു രീതിയിലേക്ക് വളർന്ന് വരുന്നത്. ഇതിനിടെ നോക്കിയപ്പോഴാണ് നമുക്ക് രസകരമായിട്ട് നമ്മൾ മഞ്ഞ തണ്ണിമത്തൻ നട്ടിരുന്നു. മഞ്ഞ തണ്ണിമത്തൻ ഒരെണ്ണം വളർന്ന് വലുതാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുത്തം കൂടെ വളർന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഫിറമോൺ കെണി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇതാണ് ഫിറമോൺ കെണി. ഫിറമോൺ കെണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നമ്മുടെ ഏറ്റവും വലിയൊരു കർഷകർ നേരിടുന്ന പ്രശ്നമാണ് നമ്മുടെ പഴങ്ങളുടെ ഷേപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫ്രൂട്ട്സ് മീൻസ് നമ്മളുടെ വെള്ളരി മത്തനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ അതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ നീര് ഊറ്റി കുടിക്കുകയും അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. അതല്ലെങ്കിൽ അതിനകത്ത് ഹാർഡ്നെസ് പോലെയൊക്കെ വന്നിട്ട് നമുക്ക് അത് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഇതുപോലത്തെ ഫിറമോൺ കെണികൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് വന്ന് അട്രാക്റ്റ് ആകുകയും അതിന് നാച്ചുറലായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫിറമോൺ ഇതുപോലത്തെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. തുളസിയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഫിറമോൺ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതിന് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.